നമസ്കാരം. ജനയുഗം സഹപാഠി ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് തുടങ്ങാൻ പോകുന്ന അധ്യായം അല്ലെങ്കിൽ ചാപ്റ്റർ സീക്വൻസ് ആൻഡ് സീരീസ്. അതിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. നോക്കാം, 10ാം ക്ലാസ്സിൽ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നമുക്ക് നോക്കാം. ഒരു ജനറൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. എന്താണ് സീക്വൻസ്? സീക്വൻസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന അക്കങ്ങൾ, ദാറ്റ് ഈസ് 1, 2, 3, 4, 5 എക്സെട്ര. ഇവിടെ 1 കഴിഞ്ഞ് നമ്മൾ കോമ ഇടുകയാണ്, 2 കഴിഞ്ഞ് കോമയാണ്, 3 കഴിഞ്ഞ് കോമയാണ്, എക്സെട്ര. സീരീസ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ 1 + 2 + 3 + 4 + 5 പ്ലസ് എക്സെട്ര എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾ സീക്വൻസ് എന്ന് കേട്ടാൽ മനസ്സിലാക്കുക, കോമയിട്ടാണ് മാറ്റിയിരിക്കുന്നത് സംഖ്യകളെ. സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് സൈനോ അല്ലെങ്കിൽ ഒരു മൈനസ് സൈനോ കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കയറി നോക്കാം. എന്താണ് ആദ്യം ഈ സീക്വൻസ് ആൻഡ് സീരീസിനെ? സീരീസ് എന്ന് പറയുന്ന ഇതിനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒന്ന് അരിത്മെറ്റിക് പ്രോഗ്രഷൻ, രണ്ടാമത്തേനെ നമ്മൾ വിളിക്കുന്ന പേര് ജിയോമെട്രിക് പ്രോഗ്രഷൻ, മൂന്നാമത്തേനെ നമ്മൾ വിളിക്കുന്നത് ഹാർമോണിക് പ്രോഗ്രഷൻ. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായിട്ട് ഓരോ കാര്യങ്ങളുണ്ട്. ഇനി വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഫുഡ് ഗ്രെയിൻസ്, അതായത് ആഹാര സാധനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അത് തന്നെയാണ് നമ്മുടെ അരിത്മെറ്റിക് പ്രോഗ്രഷനിലെ എക്സാമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കാരണം എന്താണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് മെയിനായിട്ട് 2, 3, 4 കാരണങ്ങളുണ്ട്. 1, 3, 5 എക്സെട്ര ഒരു സംഖ്യകൾ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓഡ് നമ്പേഴ്സ്. അടുത്ത സംഖ്യകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2, 4, 6 എക്സെട്ര. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഈവൻ നമ്പേഴ്സ് എന്നാണ്. അപ്പോൾ ഈ 2 സംഖ്യകൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അല്ലെ? ആദ്യത്തേന് നമ്മൾ 1, 3, 5 എക്സെട്ര എന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രം ഞാൻ താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ 1, 3, 5 എടുത്തു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2. അതേപോലെ 5ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്തടുത്ത സംഖ്യകളിൽ, അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. ആ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അതായത് വ്യത്യാസം 2 തോന്നിക്കുന്നത്. ശരിയാണോ? അതെ. അപ്പം 7 എടുത്താലോ അവിടെയും വ്യത്യാസം 2. ഇങ്ങനെയുള്ള ഒരു സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അതേപോലെ തന്നെ അടുത്ത സംഖ്യ എടുക്കുക, 2, 4, 6 എക്സെട്ര നമ്മൾ എടുത്തു. ഇവിടെയും ശ്രദ്ധിക്കുക, 4ൽ നിന്ന് 2 കുറച്ചാൽ 2 കിട്ടും. ആരോ മാർക്ക് എങ്ങനെയാണ് ഇട്ടിരിക്കുന്നതെന്ന് കണ്ടോ? വലുതിൽ നിന്ന് ചെറുതിലേക്ക് വരിക. അതേപോലെ നമ്മൾ 6ൽ നിന്ന് 4ലേക്ക് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നു? 2. 8ൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാലോ 2. ഇതിനെയും നമുക്ക് എന്ത് വിളിക്കാൻ സാധിക്കും? അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ചെറിയ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? അതായത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ തമ്മിലുള്ള ഒരു സീക്വൻസോ അല്ലെങ്കിൽ ഒരു സീരീസോ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്ത് വ്യത്യാസം ഉണ്ടാകണം? ഒരേപോലത്തെ വ്യത്യാസങ്ങൾ വരണം. ആ വ്യത്യാസങ്ങളെയാണ്
നമ്മൾ എന്ത് വിളിക്കുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഇത് മനസ്സിലാകില്ലാത്തവർക്ക് ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ കാണിക്കാം. 1, 5, 9, 13 എക്സെട്ര. അതായത് ഒരു സീക്വൻസ് ഞാൻ എഴുതി. എന്താണ്? 1, 5, 9, 13 എക്സെട്ര എന്ന് എഴുതി. ഇവിടെയും നോക്കാം. 5 - 1 4, 9 - 5 4, വീണ്ടും 13 - 9 4. ശരിയല്ലേ? അപ്പോൾ അത് തമ്മിലുള്ള ആ വിടവ്, വേണമെങ്കിൽ നമുക്ക് പറയാം വിടവ്, അല്ലെങ്കിൽ we call it as the gap. ആ ഡിഫറൻസിന് നമ്മൾ പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. അപ്പൊ ഇവിടെ എത്ര കിട്ടി? 4 വെച്ച്. ഇതും അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അപ്പോൾ സാധാരണയായിട്ട് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവിടെ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്? തമ്മിലുള്ള വ്യത്യാസം ഒരേപോലെ ഇരുന്നാൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് അതേപോലെ തന്നെ വീണ്ടും നമുക്ക് വേറൊരു കാര്യങ്ങളിലേക്ക് ഒന്ന് നോക്കാനായിട്ട് പോകാം. ഞാൻ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുകയാണ്. എന്താണ് ആ ചോദ്യം എന്ന് നമുക്ക് നോക്കാം. ആ ചോദ്യം ഇത്രയേ ഉള്ളൂ. എൻ്റെ കയ്യിൽ നമ്പേഴ്സ് 1, 4, 9, 16 എക്സെട്ര എന്ന് തന്നിരിക്കുന്നു. ഇത് എന്താണ്? ഈ സംഖ്യ ആരാണ്? ഈ സംഖ്യ എന്താണ്? കണ്ടു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. വൈ? അവിടെയും ക്വസ്റ്റ്യൻ വന്നു. എന്തുകൊണ്ട്? ശ്രദ്ധിക്കുക. 1 നമുക്ക് എങ്ങനെ എഴുതാം? 1 സ്ക്വയർ എന്ന് എഴുതാം. അടുത്ത 4 എങ്ങനെ എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാം. ഇനി 9 എങ്ങനെ എഴുതാം? 3 സ്ക്വയർ എന്ന് എഴുതാം. അടുത്തത് 16 എങ്ങനെ എഴുതാം? 4 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതെന്താണ് നമുക്ക് കിട്ടിയത്? അതായത് ഒരു സംഖ്യയുടെ സ്ക്വയേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് എന്ത് വിളിക്കാം? ഇറ്റ്സ് എ സീക്വൻസ് എന്ന് മാത്രമേ വിളിക്കാൻ പറ്റുകയുള്ളൂ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ വാട്ട് ഹാപ്പൻ? 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും നമ്മൾ വേറൊരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ വരുന്ന ഓരോ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓർത്തിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് നോക്കാം എന്താണ് ആ ക്വസ്റ്റ്യൻ എന്ന്. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അതായത് നമ്പറിന്റെ ഒരു സീക്വൻസ് എഴുതാൻ പറഞ്ഞിരിക്കുന്നു. എങ്ങനെ? എൻഡിങ് ഇൻ 1 1 അവസാനിക്കുകയോ അല്ലെങ്കിൽ 6 കൊണ്ട് അവസാനിക്കുകയോ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നു? ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 2 ways. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കൂ നിങ്ങൾ. നമ്മുടെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് 3 ചോദ്യങ്ങളുണ്ട്. ഹൗ, വാട്ട്, വെൻ. എന്താണ് ക്വസ്റ്റ്യൻ? അതാണ് ഹൗ. വാട്ട് എന്ത് ചെയ്യണം? പിന്നെയുണ്ട് വാട്ട് ടു ഡു ആൻഡ് വെൻ ടു ഡു. എപ്പോ ചെയ്യണം? ശരിയല്ലേ? നിങ്ങൾ ചോദിക്കും പോലെ എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായാലേ ഞാൻ ചെയ്യുകയുള്ളൂ. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? റൈറ്റ് ഡൗൺ ദ സീക്വൻസ്. എങ്ങനെ? നാച്ചുറൽ നമ്പേഴ്സ്. എങ്ങനെ? എൻഡിങ് ഇൻ 1 or 6. 1 അല്ലെങ്കിൽ 6 കൊണ്ടോ എൻഡ് ചെയ്യണം. എന്നിട്ട് എന്ത് പറയുന്നുണ്ട്? ഡിസ്ക്രൈബ് ഇൻ 2 ways. അപ്പോൾ നമുക്കറിയാം എങ്ങനെ ആദ്യത്തെ സംഖ്യ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? 1. ശരിയാണ്. അടുത്ത സംഖ്യയോ 11. ശരിയല്ലേ? യൂണിറ്റ് പ്ലേസിൽ ആദ്യം പറഞ്ഞേ പറ്റൂ ഒറ്റ സംഖ്യ 1. 11. അടുത്തതോ 21. അടുത്തതോ 31. അടുത്തത് 41 എക്സെട്ര. കണ്ടോ? നിങ്ങൾ വരച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം എഴുതി കഴിഞ്ഞു. എവിടുന്ന്? എൻഡിങ് ഇൻ 1. അപ്പൊ ആദ്യത്തേത് എന്താണ്? 0, 1. അടുത്തത് എന്താണ്? 1, 1. അടുത്തത് എന്താണ്? 2, 1. അടുത്തത് എന്താണ്? 3, 1. അടുത്തത് എന്താണ്? 4, 1 എക്സെട്ര. ശരിയായോ? വീണ്ടും അടുത്ത സംഖ്യ നമുക്ക് ഒന്നുകൂടെ പോകാം. 0, 6.
വീണ്ടും 1 6, വീണ്ടും 2 6, വീണ്ടും 3 6, വീണ്ടും 4 6 എക്സെട്ര. അപ്പോൾ നമുക്ക് ആ സീക്വൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു, ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആർക്കോ എവിടെയോ ഒരു ചെറിയ സംശയം വന്നു? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുക. നമുക്ക് നോക്കാം. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എങ്ങനെ തന്നിരിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസിൽ എന്ത് വരണം? അവസാനിക്കുന്ന വൺസ് പ്ലേസ്, അതായത് യൂണിറ്റ് പ്ലേസ് എന്ത് വരണം? 1 വരണം. അതാണ് പറഞ്ഞത് 1, അല്ലെങ്കിൽ ആരാണ്? 6 വരണം. അപ്പൊ നമുക്ക് ആരാ? 0 1 1 1 2 1 3 1 4 1. അപ്പൊ ഒരു സീക്വൻസ് ആയോ? ആയി. രണ്ടാമത്തെ 6 0 6 1 6 2 6 3 6 4 3 6. നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. എവിടെ? അവസാനം 1 വന്നു. ആ ക്വസ്റ്റ്യൻ പെർഫെക്റ്റ് ആയി, ശരിയല്ലേ? Now, അപ്പം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി വീണ്ടും ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. On division by 3. And the sequence of natural number leaving remainder 2 on division by 3. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഇല്ല. ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അതായത് അവിടെ റിമൈൻഡർ 1 വേണം. എപ്പോൾ? ഡിവൈസർ 3 ആയിരിക്കുമ്പോൾ. വീണ്ടും റിമൈൻഡർ 2, ഡിവൈസർ എത്രയാണ്? 3. അപ്പോൾ നമുക്ക് ഒരേ ഒരു കാര്യം എല്ലാവർക്കും അറിയാം. എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഒരേ ഒരു സാധനമേ ഉള്ളൂ. എന്താണ്? ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു റിമൈൻഡർ. ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. എൻ്റെ കയ്യിലുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് ദ റിമൈൻഡർ. അപ്പോൾ ഇവിടെ നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പവിദ്യ, ആദ്യത്തെ ക്വസ്റ്റ്യൻ റിമൈൻഡർ 1 ഡിവൈസർ 3 ആയിരിക്കണം. നോക്കാം. ഡിവിഡൻഡിനെ ഞാൻ ഡി എന്ന് വിളിക്കുന്നു. ഡിവൈസർ എനിക്ക് ഞാൻ എൻ എന്ന് വിളിച്ചു. ഡിവൈസറിനെ തന്നിട്ടുണ്ട് 3. കോഷ്യന്റിനെ ഞാൻ എൻ എന്ന് വിളിച്ചു. റിമൈൻഡർ എനിക്ക് തന്നിട്ടുണ്ട് 1. അപ്പോൾ ഞാൻ ആദ്യത്തെ എടുത്തു റിമൈൻഡർ 1 ഡിവൈസർ 3. അപ്പോൾ എനിക്ക് ഡി എന്ന് പറയുന്ന സംഖ്യ 3n + 1 എന്ന് കിട്ടി. അപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണ്? 3n + 1. വീണ്ടും ഞാൻ ഒന്നുകൂടെ അതിലേക്ക് വരികയാണ്. എന്നിന് ഞാൻ 1 കൊടുത്താൽ എനിക്ക് ഡി എന്ന് പറയുന്ന സംഖ്യ 3 + 1 4 എന്ന് കിട്ടും. വീണ്ടും ഞാൻ n 2 എന്ന് കൊടുത്താൽ എനിക്ക് കിട്ടും 3 × 2 + 1 7 എന്ന് കിട്ടും. ശരിയാണോ? വീണ്ടും ഞാൻ അടുത്തത് n 3 എന്ന് കൊടുത്താൽ എനിക്ക് 3 × 3 + 1 10 എന്ന് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സീക്വൻസ് 4 7 10 എക്സെട്ര എന്ന് കിട്ടും. എപ്പോൾ? ഡിവൈസർ 3ഉം റിമൈൻഡർ 1ഉം ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ എൻ്റെ സീക്വൻസ് ആരായിരുന്നു? 4 7 10 എക്സെട്ര ആയിരുന്നു. വീണ്ടും അതേ ക്വസ്റ്റ്യനിൽ തന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് റിമൈൻഡർ 2ഉം ഡിവൈസർ 3ഉം. നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ അത് ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യാം? വീണ്ടും ഉപയോഗിക്കാം. ഏതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് ദ റിമൈൻഡർ. വീണ്ടും നമുക്ക് നോക്കാം. ഡിവൈസർ തന്നിരിക്കുന്നത് 3, കോഷ്യന്റ് n, റിമൈൻഡർ 2. കണ്ടോ? വീണ്ടും നമുക്ക് n = 1 കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് 3 × 1 + 2 5. വീണ്ടും n = 2 നമുക്ക് കിട്ടിയത് 3 × 2 + 2 8. വീണ്ടും n = 3 എന്ന് കൊടുക്കുമ്പോൾ 3 × 3 + 2 that is equal to 11. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 5 8 11
എക്സെട്ര. ഇതും നമുക്ക് എന്തായിട്ട് പറയാം? സീക്വൻസ് ആയിട്ട് നമുക്ക് പറയാം. ശരിയാണല്ലോ? ഇപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും എന്താണ് സീക്വൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനീകം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.